إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. الله أكبر 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 لا إله إلا الله والله أكبر الله أكبر ولله الحمد. نستغفر الله نستغفر الله نستغفر الله نستغفر الله الحي القيوم الذي وأتوب إليه. أيها الإخوة، أوصيكم عباد الله وإياي بتقوى الله. أيها الذين آمنوا اتقوا الله حق تقاته لا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ നാട് അതിരൂക്ഷമായ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവായു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വളരെ അത്യാവശ്യമായ ഒരു വസ്തുവാണ് ശുദ്ധജലം, വെള്ളം. വെള്ളം കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല. ഇത് ഒരു നഗ്നമായ സത്യമാണ്, പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം മനുഷ്യന്റെ കഴിവ് കൊണ്ട് ലഭിക്കുന്നതാണോ? ഒരിക്കലുമല്ല. മനുഷ്യൻ ശാസ്ത്രീയമായി എത്ര ഉന്നതിയിലെത്തിയാലും അള്ളാഹു നൽകുന്നത് പോലെ സമൃദ്ധമായ രൂപത്തിൽ ജലം നൽകുവാൻ അവർക്ക് കഴിയുകയില്ല. അള്ളാഹുവിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു പക്ഷേ കടലിലെ വെള്ളം ഒക്കെ ശുദ്ധീകരിച്ച് കൃത്രിമമായ പല രൂപത്തിലും ആ വെള്ളത്തെ മാറ്റി ശുദ്ധജലമാക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ കടുത്ത വരൾച്ചയും ക്ഷാമവും അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മഴ ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജലക്ഷാമം തീരുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. സൂറത്തുൽ വാഖിയയിലെ 68, 69, 70 വചനങ്ങൾ അള്ളാഹു നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ഇതാണ് ചോദ്യം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘത്തിൽ നിന്ന് അതിനെ താഴോട്ട് ഇറക്കുന്നത്, ഭൂമിയിലേക്ക് ഇറക്കുന്നത് നിങ്ങളാണോ നാം ആണോ? ഇതാണ് ചോദ്യം. ശേഷം അല്ലാഹു പറയുന്നു, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു, കടലിലെ വെള്ളം പോലെ. ഫലൗലാ തശ്കുറൂൻ, ആയതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അള്ളാഹുവിനോട് ശുക്ർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അപ്രകാരം തന്നെ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ വചനം, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ
ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു പറയാണ്, ഖുൽ പറയുക നബിയെ, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. നിങ്ങൾ ഒന്ന് പറഞ്ഞു തരിക, ഒന്ന് അറിയിക്കുക, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളം ഭൂമിയിൽ വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ശുദ്ധമായ ജലം, ഉപയോഗപ്രദമായ ജലം നൽകുന്നവൻ ആരാണ് എന്ന് നിങ്ങളൊന്ന് പറയുക. ആർക്കും കഴിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മാത്രമേ കഴിയൂ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വരൾച്ചയും ജലക്ഷാമവുമെല്ലാം ഒരു പരീക്ഷണമാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമാണ്. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, സമ്പത്തും ശരീരങ്ങളും അതിൽ നിങ്ങൾക്ക് കുറവ് വരുത്തും. മരണം, അതല്ലെങ്കിൽ രോഗം, അപ്രകാരം തന്നെ സമ്പത്ത് നഷ്ടപ്പെടുക. അതേ പ്രകാരം വിഭവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടം വരുത്താൻ, കുറവ് വരുത്തുക. നിങ്ങളെ നാം പരീക്ഷിക്കും. എന്തിനു വേണ്ടി? വബശ്ശിരിസ് സ്വാബിരീൻ. ആയതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുകയും വേണം. നസ്തഗ്ഫിറുല്ലാഹ് 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 നസ്തഗ്ഫിറുല്ലാഹൽ അലീമൽ ഹയ്യൽ ഖയ്യൂം അല്ലദീ വനതൂബു ഇലൈഹി അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുന്ത ഗഫാറ ഫഅർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ, അക്രമം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ, ശിർക്കിലേക്കും മറ്റും അപഥസഞ്ചാരം നടത്തുന്ന, വഴിതെറ്റി വീഴുന്ന സന്ദർഭത്തിൽ, അക്രമം വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ, എല്ലായിടത്തും സർവത്ര അക്രമമാണ്. ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരെ ഇബാദത്തിൽ പങ്കു ചേർക്കുക, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇതാണ് ഏറ്റവും വലിയ ദുൽമ്, അക്രമം. പിന്നെ മനുഷ്യനോട് ചെയ്യുന്ന അക്രമങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജീവജാലങ്ങളോട് ചെയ്യുന്ന അക്രമങ്ങൾ, ഇതെല്ലാം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ ഭൗതികമായ അളവുകോല് കൊണ്ട് അളന്ന് പരിഹാരമാർഗം തേടുകയല്ല വേണ്ടത്. നാം അള്ളാഹുവിലേക്ക് മടങ്ങണം. ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം ആദ്യമായി തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ. അദ്ദേഹം അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പരാതി പറയുന്നുണ്ട്. സൂറത്ത് നൂഹിന്റെ തുടക്കം മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ഞാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ എന്റെ ജനതയെ ഞാൻ വിളിച്ചു റബ്ബേ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എന്നാൽ ജനങ്ങളെ ഞാൻ വിളിച്ച് ക്ഷണിച്ചത് കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല, അവർ പിന്തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത്. ഞാൻ അവരെ വിളിക്കുന്ന സന്ദർഭത്തിലെല്ലാം കുല്ലമാ ദഅഉതുഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, ചെവി പൊത്തുകയാണ് അവർ ചെയ്തത്, വിരലിങ്ങനെ ചെവിയിലിട്ട് ഇത് കേൾക്കാതിരിക്കാൻ. വസ്തഗ്ശൗ സിയാബഹും, മുണ്ടിട്ട് തല മൂടി നൂഹ് നബി അലൈഹിസ്സലാമിനെ കാണാതിരിക്കാൻ വേണ്ടി. വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവർ അഹങ്കാരികളായി മാറി. നൂഹ് നബി അലൈഹിസ്സലാം അതിന്റെ അവസാനം പറയുന്നത് എന്താ? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ സംരക്ഷകനായ അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കുക? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അവൻ വർഷിപ്പിക്കും. മാത്രമാണോ? വയുംജിദുകും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് അവൻ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ അവൻ നൽകും. വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അവൻ നല്ല അരുവികൾ ഒഴുക്കി തരും. ശേഷം നൂഹ് നബി പറയുന്ന വാചകം, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ,
ജനങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ സംരക്ഷകനായ അള്ളാഹുവിന് ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നസ്തഗ്ഫിറുല്ലാഹ് നസ്തഗ്ഫിറുല്ലാഹ് നസ്തഗ്ഫിറുല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇത്തരം വരൾച്ചയും ജലക്ഷാമവുമെല്ലാം നേരിട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുകയാണ് ചെയ്തത്. വളരെ പരുക്കനായ വസ്ത്രമൊക്കെ ധരിച്ച് അലങ്കാരമില്ലാതെ വളരെ താഴ്മയോടുകൂടി മരുഭൂമിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി മുന്നിടുകയും അവിടെ വെച്ച് സലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുകയുമാണ് ചെയ്തത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്, സുന്നത്താണ്. അത് നിർവഹിക്കൽ അതുകൊണ്ട് തന്നെ നമുക്ക് ബാധ്യതയുമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നാം ചെയ്യേണ്ട ബാധ്യതകളെല്ലാം നാം നിറവേറ്റണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, സകാത്ത് കൊടുത്തു വീട്ടണം, അക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയുള്ളൂ. മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് പാപമുക്തരായി വേണം നാം ഇസ്തിഗ്ഫാർ ചെയ്യാൻ. സലഫുസ്സാലിഹുകൾ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണമായി രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ട് കാര്യം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി അത് നഷ്ടപ്പെട്ടു. രണ്ടാമത്തത് ഇസ്തിഗ്ഫാറാണ്. അത് ഇന്നും നമുക്ക് സാധ്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം അള്ളാഹുവിന്റെ അദാബ് നമ്മെ പിടികൂടുന്നതിൽ നിന്ന് സംരക്ഷണമായിരുന്നു, അതിൽ നിന്നൊരു കവചമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. അതിനി നമുക്ക് സാധ്യമായ കാര്യമല്ല. രണ്ടാമത്തത് ഇസ്തിഗ്ഫാറാണ്. അത് നമുക്ക് സാധ്യമാണ്. അപ്പോ ഇഖ്ലാസോടുകൂടി ഇസ്തിഗ്ഫാർ നാം നടത്തിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മെ പിടികൂടുകയില്ല. മാത്രമല്ല, പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ അൻഫാലിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. സൂറത്തുൽ അൻഫാലിലെ 33-ാം വചനം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. കാരണം എന്താ? വഅൻത ഫീഹിം, നീ അവരുടെ കൂട്ടത്തിലുണ്ട്. നീ അവരുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അപ്രകാരം തന്നെ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാ പറയുന്നത്. തവാഫിന്റെ ഇടയിൽ ഇടയ്ക്ക് അവര് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. അപ്പൊ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അവർ നടത്തിയത് കൊണ്ടും അവരെ നാം ശിക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള ആ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനോട് സദാ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. നസ്തഗ്ഫിറുല്ലാഹൽ അദീം നസ്തഗ്ഫിറുല്ലാഹൽ അദീം നസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുന്ത ഗഫാറ ഫഅർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. അപ്രകാരം തന്നെ മഴ തടയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സകാത്ത് നൽകുന്നതിൽ അലംഭാവം കാണിക്കുക. സകാത്ത് നൽകുന്നതിൽ അലംഭാവം കാണിക്കുക. അതേ പ്രകാരം തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. ഇതെല്ലാം മഴ തടയപ്പെടാനുള്ള കാരണമാണ്. ഒരു നീണ്ട ഹദീസിൽ പറയുന്നുണ്ട്, ഒരു ജനതയിൽ ഫാഹിഷത്ത്, പാപങ്ങള് പരസ്യമായി പ്രകടമായി അങ്ങനെ വന്നാൽ അവർക്ക് പ്ലേഗ് പോലെയുള്ള മാറാരോഗങ്ങൾ അവരെ പിടികൂടും. അതേ പ്രകാരം വിശപ്പ് അവരെ പിടികൂടും. അവരുടെ മുൻകാലക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള വിശപ്പ്, അതേ പ്രകാരം മഹാമാരികൾ ഒക്കെ അവരെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതേ പ്രകാരം അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിയാൽ അവർക്ക് വരൾച്ചയും ക്ഷാമവും അവരെ പിടികൂടും. അതേ പ്രകാരം ഭരണാധികാരികളുടെ അക്രമത്തിനും അവർ വിധേയരാകും. സകാത്ത് തടയപ്പെട്ടാൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ്സമാ, ആകാശത്തിൽ നിന്നുള്ള മഴ തടയപ്പെടാതെ ഇരിക്കുകയില്ല. ഇതാണ് ഹദീസിൽ വന്നത്. വലൗലൽ ബഹായിമു ലം യുംതറു, മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ
അവർക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. അതേ പ്രകാരം തന്നെയാണ് വൃദ്ധന്മാരായ ആളുകൾ, പിഞ്ചുകുട്ടികൾ, പക്ഷിമൃഗാദികൾ, മിണ്ടാപ്രാണികളായ ജീവികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ശിക്ഷ വരാത്തത്. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം പാപങ്ങളിൽ നിന്ന് മുക്തരായി അക്രമങ്ങളെല്ലാം നിർത്തി അതിനുള്ള പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വേണം നാം ഇത്തരം മഴക്കുള്ള നമസ്കാരത്തിനും അതേ പ്രകാരം തന്നെ ഇസ്തിഗ്ഫാറിനുമെല്ലാം ഒരുങ്ങേണ്ടതെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നസ്തഗ്ഫിറുല്ലാഹ് 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 നസ്തഗ്ഫിറുല്ലാഹൽ ഹയ്യൽ ഖയ്യൂം ലാ യനാമു വലാ യമൂത്ത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഴക്കുള്ള നമസ്കാരത്തിന് പുറമെ നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു അയറാബി വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ, വെള്ളമില്ല, മൃഗങ്ങളും എല്ലാം ചത്തൊടുങ്ങുന്നു, സ്ത്രീകളുടെ മാറിടങ്ങളെല്ലാം ചുവന്നു പോയിരിക്കുന്നു, കുട്ടികൾക്ക് മുലയൂട്ടാതെ സ്ത്രീകൾ തിരിഞ്ഞു കളയുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭമാണ്. അദ്ദേഹം ഒരു കവിത ആലപിച്ചുകൊണ്ടാണ് അതൈനാക വൽ അദ്റാഉ യദ്മി ലിബാനുഹാ വഖദ് ശഗലത് ഉമ്മു സബിയി അനി ത്ഫലി وألقى بكفيه الفتي استكانة من الجوع ضعفا ما يمر ولا يحلي وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. ഞങ്ങൾ പ്രവാചകന്മാരുടെ അടുത്തേക്കല്ലാതെ എവിടേക്കാണ് ഓടി വരിക? ഈ ചരിത്ര സംഭവം വളച്ചൊടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണശേഷം റസൂലുള്ളാഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ചിലർ തെളിവാക്കുന്നുണ്ട്. അത് ശുദ്ധ അബദ്ധമാണ്, ശിർക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, മഴ പെയ്തു, മഴ പെയ്ത് ആകെ വെള്ളായി, വെള്ളപ്പൊക്കായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളോ അതല്ലെങ്കിൽ മറ്റൊരാളോ വന്ന് പറഞ്ഞു, നബിയെ, മഴ പെയ്ത് വെള്ളം കൂടി, വെള്ളം കൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വെള്ളപ്പൊക്കമായി, അതുകൊണ്ട് മഴ ഒന്ന് ശമിക്കാൻ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്ന് തുടങ്ങിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈ കാണിച്ച ഭാഗത്തേക്ക് മഴ നീങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ചര്യ, ആ സുന്നത്ത് നാം ഹയാത്താക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം. അതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുതുബയിൽ വസ്ത്രം മാറ്റി, ഇങ്ങനെ വസ്ത്രം മാറ്റിയിട്ടിട്ടാണ് ദുആ ചെയ്തത്. അതും ഒരു ചര്യയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത്. അങ്ങനെ വസ്ത്രങ്ങളും മുണ്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. നസ്തഗ്ഫിറുല്ലാഹ് 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 اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمنا فارحمنا برحمة تغنينا بها الرحمة من سواك ارحمنا ارحمنا واغفر لنا واغفر لنا واغفر لنا إنك أنت الغفور الرحيم اللهم لا تهلكنا بما فعل السفهاء منا اللهم لا تهلكنا بخطايانا اللهم لا تهلكنا بخطايانا اللهم اسقنا غيثا مغيثا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا هنيئا مريئا غدقا اللهم اسقنا الغيث والرحمة ولا تجعلنا من القانتين اللهم إنا اللهم أنت ربنا اللهم أنت ربنا ونحن عبيدك الفقراء اللهم أنت ربنا ونحن عبيدك الفقراء اللهم لا تعذبنا ولا تخيبنا ولا تضيقنا
ولا تفضحنا بين يديك وبين أيدي عبادك لا في الدنيا ولا في الآخرة برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت